ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് ചായയൊന്നും കുടിച്ചിട്ടില്ല. ചായ ഉണ്ട്, ഒരു ചപ്പാത്തി, ഒരു ചപ്പാത്തി, ഒരു ബ്രെഡ്, കുറച്ച് മുട്ടയുടെ ഇച്ചിരി കുട്ടികൾക്ക് രാവിലെ കൊടുത്തയച്ചതിൻ്റെ ബാക്കി. വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് എണീക്കുന്നതാണ്. ഒരു ചായ കപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ചായയാണ്. കാരണം 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമുക്കൊരു ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം 9:30 കഴിഞ്ഞിട്ട് ചപ്പാത്തി കഴിച്ച് എന്നും ഉള്ള പോലത്തെ പണികൾ തന്നെ. ക്ലീൻ ചെയ്യുക, തുണി മടക്കി വയ്ക്കുക, അതാണ് നമ്മൾ പിന്നെ 12:15 ചെറിയ മോനെ വിളിക്കാൻ പോകണം. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അവനായിട്ടുള്ള കളികളും ഇന്ന് ട്യൂഷൻ, അതൊക്കെ തന്നെ വേറെ കാര്യത്തിൽ. പക്ഷെ എന്നാലും ഞാനിന്ന് വ്ളോഗ് എടുക്കാൻ കാരണം എന്താണെന്നറിയോ, നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു 4 വർഷം 5 വർഷം ആവണം. 4 വർഷം. എനിക്ക് കറക്റ്റ് ഡേറ്റ് ഉണ്ട്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ആ ഡേറ്റ് എത്ര എനിക്കെന്നറിയില്ല. അപ്പം അന്ന് ഞാനിവിടെ താമസിക്കാൻ വരുമ്പോൾ എൻ്റെ ചെറിയതിന് 2 വയസ്സും 2 വയസ്സായില്ല, 2 വയസ്സാവണുള്ളൂ. മറ്റേന് മൂത്തവന് 3 വയസ്സും. അങ്ങനെ അത്ര ഒരു വയസ്സിൻ്റെ വ്യത്യാസമുള്ളവർ 2 പേരും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ താഴെ കളിക്കാൻ പോകുമ്പോഴൊക്കെ ഞാനൊപ്പം പോകും കേട്ടോ, താഴെ പോയി കളിക്കുമ്പോൾ. കാരണം അവർ ഒറ്റയ്ക്ക് വിടാനുള്ളൊരു ആയിട്ടില്ല. പിന്നെ അവർക്കങ്ങനെ പിന്നെ എൻ്റെ 2 മക്കളും 2 ക്യാരക്ടറാണ്. കാരണം ഒരാൾ കുറച്ച് സൈലൻറ്റാണ്. സൈലൻ്റ് അല്ല, വാശിയൊക്കെ ഉണ്ട്. എന്നാലും മൂത്ത ആൾ കുറച്ച് ഒരു എന്താ പറയുക, ഹൈപ്പില്ല, എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ അവൻ നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. പിന്നെ എന്താ പറയുക, ചില നേരത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിൽപ്പം അവിടെ നിൽക്കും, ഞാൻ ചെയ്യുന്നത്. അത് അവൻ്റെ ഒരു നാളും അങ്ങനെയാണ്, ഭരണി നാളാണ്. അപ്പം ഒരു ഭയങ്കര ഇതാണ്. എന്നാൽ അവനോട് വിളക്കെത്തിക്കുക, താമം ചെല്ലുന്നൊക്കെ പറഞ്ഞാൽ ഒരു മൂഡനുസരിച്ചാണെങ്കിൽ അവൻ അത് ചെയ്യും, വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോണ കാരണം എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ ഓരോ ചൊറിച്ചിലുകൾ. ഇങ്ങനെ ഈ 50 വയസ്സാകുമ്പോൾ ചിലർക്ക് അത് ചെയ്യണത് കുറ്റം, ഇത് ചെയ്യണമെന്ന് കുറ്റം, വേറെ ആരും ചെയ്യാൻ പാടില്ല എന്നൊരു ചെറിയത്. അത് കേരളത്തിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, എല്ലാ അപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്. അതെല്ലായിടത്തും ഉണ്ട്. എവിടെയെങ്കിലും ഒരെണ്ണം ചൊറിച്ചിലില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അവർ ചെയ്യണത് മാത്രം ശരി. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ അപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ, എൻ്റെ ഹസ്ബൻഡ് വയ്യാതിരിക്കുന്ന സമയത്ത് എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എന്ന് വെച്ച് അവർ ചെയ്യണത് രണ്ടിത്തരം, അല്ലെങ്കിൽ അവർ ചെയ്യണ കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ആവാത്ത കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു സമയത്ത് അവർ സഹായിച്ചു, അല്ലെങ്കിൽ ഒരു സമയത്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള സത്യം. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളും നെഞ്ഞത്ത് കയറി കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനും നല്ല വർത്തമാനം പറയും. അവരുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ കുറേ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഒരു പകുതി പോർഷൻ 32ഓ 35ഓ ഇതിൽ എത്രയാണ് അപ്പാർട്ട്മെൻറ്റിൽ ആൾക്കാർ ഇട്ടാളുള്ളത്. അതിൽ കുറച്ച് ആൾക്കാരെ മക്കൾ +1 +2 10th മുകളിലുള്ള ആൾക്കാർ അവരൊക്കെയാണ്. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ 4 വയസ്സ് 2 വയസ്സ് 1 വയസ്സ് 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സ് ഈ ഒരു ലെവലിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ എൻ്റെ മക്കൾക്ക് ഇപ്പോൾ LKG UKG കഴിഞ്ഞാൽ അവർ ന്യൂ മില്ലേനിയം സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ കുറേ പിള്ളേരും ഒരു 4-5 പിള്ളേരൊക്കെ ന്യൂ മില്ലേനിയം സ്കൂളിൽ അതായത് ആ സ്കൂളിൽ മലയാളം പഠിപ്പിക്കുന്നതുകൊണ്ട് കുറച്ച് എനിക്ക് ആ സ്കൂളിൽ ഇപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടമായിട്ടാണ്. ഞാൻ താമസിക്കുന്നതിൻ്റെ ചുറ്റുപാട് ഒരുപാട് സ്കൂളുണ്ട്. പൈസ കൊടുത്താൽ ഇവിടെ പഠിക്കാൻ ഒരു ക്ഷാമല്ല, ഒരുപാട് നല്ല സ്കൂളുകളുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി എല്ലാം, പിന്നെ നമ്മളെ ബഡ്ജറ്റും 2 പേരെയും നമുക്ക് ഡൊണേഷൻ കൊടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ബഡ്ജറ്റ് ഞങ്ങൾ 2 പേരും നോക്കിയപ്പോൾ ഈ ഒരു സ്കൂൾ കുഴപ്പമില്ല എന്ന രീതിയിൽ ഇവരിപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ അവരുടേതായ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളും പിന്നെ അത് പറഞ്ഞു ഇതുപോലെ. അപ്പോൾ ആ ഒരു 5 വയസ്സ് 6 വയസ്സിൻ്റെ ഒരു ഇത് ഇവിടെ കുറേ ആൾക്കാർക്ക് അതായത് വെക്കേഷന് ഞാൻ നാട്ടിൽ പോയത് ലാസ്റ്റ് ടൈം, അതായത് ഒരു 2-3 ദിവസത്തേക്ക് ഞാൻ വെക്കേഷന് ഗുരുവായൂർ പോയിട്ടുള്ളൂ. ആ സമയം ഒഴികെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് വയ്യാനായിട്ട് ഞങ്ങൾ ഈ വർഷം ഞങ്ങൾ അങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ല. കാരണം അതിനുള്ള ചില ബുദ്ധിമുട്ടുള്ളതാണ് പോയിട്ടില്ല. ഈ കുട്ടികൾ ഇവിടെ ലാസ്റ്റ്, അതായത് ഈ വെക്കേഷൻ കഴിഞ്ഞ് നാളെ മൺഡേ സ്കൂൾ തുറക്കും, സൺഡേ. ഈ കുട്ടികൾ അവിടെ താഴെ ഇരുന്ന് കളിക്കുമ്പോൾ തുടങ്ങിയ സൂക്കേടാണ്.
കുട്ടികൾ കളിക്കുന്ന സൗണ്ട്, അതായത് കുട്ടികൾ അങ്ങനെ സംസാരിക്കില്ല, നീ അതിർത്തു ഞാൻ അവരെ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് എന്താ പറയുക, അവർക്ക് അങ്ങോട്ട് ഡിസ്റ്റർബൻസ് ആയിരുന്നു. അന്നോട്ട് ചൊറിയാൻ തുടങ്ങിയതാണ് അവർ. അത് കഴിഞ്ഞ് ഞാനപ്പോൾ ഒന്നും വേണ്ടിയില്ല കേട്ടോ. അന്ന് ഞാൻ താഴെ ചെന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കുട്ടികളെ അഴിച്ചു വിട്ടിട്ട് അമ്മമാർ മൊബൈൽ നോക്കിയിട്ടിരിക്കുകയാണെന്ന്. അതൊന്ന്. പിന്നെ അങ്ങനെ ഒരുമാതിരി കുണച്ച വർത്താനം. അപ്പം ഞാനൊന്നും അത് കാരണം നമ്മൾ നാളെയും കാണേണ്ടതല്ലേ, വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് അവരുടെ മുഖത്തേക്ക് വർത്താനം പറയണ്ടെന്ന് വെച്ചാൽ നമ്മളൊന്നും വേണ്ടിയില്ല. പോട്ടെ പോയിട്ട്. പിന്നെ എന്താണെന്നറിയോ, അവരെ പേടിച്ചിട്ട് നമ്മൾ പിള്ളേർ എവിടെ ഇരുന്ന് കളിക്കാന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ചോദിച്ചില്ല. ഇവർ വന്നിട്ട് ഗോ ഹോം ഗോ ഹോം ഗോ ഹോം ഗോ ഹോം എന്ന് പറഞ്ഞിട്ട് ഇവർ ഭയങ്കര ചൊറിച്ചില്. കാരണം അപ്പം ഈ പിള്ളേർ അമ്മ അവർ തന്നെ അവിടെ ഞങ്ങളവിടെ കുട്ടികളല്ലേ, കുഞ്ഞുമക്കൾ ചിലപ്പോൾ അവിടെ കുറച്ച് ടി വി കാണും, കുറച്ച് മൊബൈൽ നോക്കും, അല്ലെങ്കിൽ കുറച്ച് സൈക്കിൾ ചവിട്ടും ഇതൊക്കെ. കാരണം എൻ്റെ രണ്ടാമത്തെ മോനെ ഈ മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ ആക്കല. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞരമ്പിൻ്റെ വല്ല അസുഖമെന്ന് വെച്ചാൽ ഞങ്ങൾ 7,000 കൊടുത്ത് സ്കാൻ ചെയ്തപ്പോൾ ഒരു സ്കാനിങ് അല്ല, എന്തോ ഒരു ഞരമ്പിൻ്റെ ടെസ്റ്റ് അത് ചെയ്തു. ആ ഞരമ്പിൻ്റെ ഒരു കുഴപ്പമില്ല, അവന് കണ്ണിന് ഒരു കുഴപ്പമില്ല, കാഴ്ച കയറിയത്. എന്താ കാര്യം, ഫുൾ ടൈം മൊബൈൽ. അന്ന് ആ സമയത്ത് ഇപ്പം ചെറുതായിരുന്നപ്പോൾ മൊബൈലൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ഡോക്ടർ എനിക്ക് അതായത് ആസ്റ്ററല്ല ഇവിടെ നേത്രാലയ അങ്ങനെ ഏതോ ഒരു ഹോസ്പിറ്റൽ കേട്ടോ, നമ്മൾ വലിയ ഹോസ്പിറ്റലാണ്. അവിടെ പോയി ഡോക്ടർ എന്താ പറയുന്നറിയോ, മൊബൈലും കൊടുക്കണ്ട, ടി വി കാണുന്ന അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സമയത്ത് കാണട്ടെ, അല്ലെങ്കിൽ അവർ അവർ പുറത്ത് പോയി കളിക്കട്ടെ. അവർക്ക് ആ ഒരു ടൈമിങ്, അതായത് നമ്മുടെ 81 ജനിച്ച ഞാനാ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ആ 81 ജനിക്കുമ്പോൾ നമുക്ക് ആർക്കും മൊബൈൽ ഉണ്ടായിരുന്നില്ല, ടി വി ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ മാതിരി എല്ലാവരുടെ വീട്ടിലും ടി വി ഉണ്ടായിരുന്ന ഇല്ല. ടി വി എന്ന് പറഞ്ഞ സംഭവം ആ ചുറ്റുപാടിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അവിടെ ചുറ്റുപാടിൽ ഞങ്ങളുടെ അടുത്തുള്ളൊരു എന്താ പറയുക മാച്ചുമ്മ എന്ന് പറയും, അങ്ങനെ ഞങ്ങൾ പണ്ട് കുഞ്ഞിലേ തൊട്ട് വിളിച്ചത്. ആ ഒരു വീട്ടിൽ മാത്രമേ ടി വി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ കുറച്ച് അകലുള്ള വീട്ടിൽ, നമ്മുടെ വീട്ടിലൊന്നും ടി വി ഉണ്ടാകും, നമ്മൾ അവരുടെ വീട്ടിലാണ് പോയി ടി വി ഉണ്ട്. അപ്പോൾ ആ ഒരു സൺഡേയിൽ വരുന്ന ഒരു ഫിലിം മാത്രമേ നമ്മൾ കണ്ടിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കണ്ണിന് കാഴ്ചക്ക് കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഫുൾ ടൈം കളിക്കുകയല്ലേ, അല്ലെങ്കിൽ പുറത്ത് പോയിരിക്കുകയല്ലേ. പിന്നെ അന്നത്തെ കാലത്ത് കല്ല് കളിക്കും, കബഡി കളിക്കും, ചാടി കളിക്കും, എന്താ പറയുക തുള്ളിച്ചാടി കളിക്കും, പാട്ട് പാടും, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടും, അതൊക്കെ നമ്മൾ ചെയ്തിരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളെ കണ്ണുകൾക്കൊന്നും കേടില്ല, നമ്മൾ കണ്ണട വയ്ക്കേണ്ട കാര്യം വന്നില്ല. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും വായിക്കുമ്പോൾ കണ്ണടി വേണം. കാരണം 40 വയസ്സ് കഴിഞ്ഞില്ലേ, 40 കഴിഞ്ഞ് ഷുഗറുണ്ട്. ഷുഗറുമ്പോൾ നമുക്ക് കണ്ണിനെ കുറച്ചൊക്കെ എന്നുവെച്ചാൽ വായിക്കാൻ പറ്റാത്തതല്ല, എന്നാലും ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കുട്ടികളെ അടച്ചിട്ട് നിങ്ങൾ കുട്ടികളെ കളിക്കാൻ വിടും, അവനെ ആ മൊബൈൽ കൊടുക്കരുത്, കുറച്ച് നേരം കളിക്കാൻ. കുറച്ചല്ല, അവർ കളിക്കണ്ടേ, അവർ അത് വിട്ടപ്പോൾ മൊബൈൽ കൊടുക്കാതെ കളിക്കാൻ വിടുമ്പോൾ അവൻ്റെ ആ കണ്ണിനുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, ആ പ്രശ്നം കുറഞ്ഞു. അപ്പം അതാണ് സത്യം. അപ്പോൾ ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഈ കുട്ടികൾ കളിക്കാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പെണ്ണുപിള്ളക്ക് അല്ലെങ്കിൽ അവിടെ 2-3 ടീമുകളുണ്ട്, ആരും പേരൊന്നും എടുത്ത് പറയണില്ല, അപ്പാർട്ട്മെൻറ്റിലായ പേടിച്ചിട്ടല്ല, പിന്നെ ഒരു ചൊറിച്ചിൽ വേണച്ചിട്ടാണ്. പക്ഷേ ഇവർക്ക് ഈ പറഞ്ഞ മാതിരി എന്താ വലിയ സുഖമാണ്. ഇവിടെ കളിക്കണ്ട, അവിടെ കളിക്കണ്ട, അവർക്ക് സൗണ്ട് വന്നു, അവർക്ക് സൗണ്ട്. ഞാൻ കുറേ ദിവസമായിട്ടാണ് ഇങ്ങനെ എൻ്റെ കെട്ടിയോട് ഞാൻ പറഞ്ഞു. അപ്പോൾ കെട്ടിയൻ പറഞ്ഞു എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോയി പറയാം. പക്ഷേ ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ ഞാൻ മലയാളി, ബാക്കിയുള്ളതൊക്കെ കുറേ കന്നഡക്കാർ, തെലുങ്ക്, തമിഴ്, പിന്നെ എന്താ പറയുക കന്നഡ, തെലുങ്കു, തമിഴ്, പിന്നെ ആൾക്കാർ, പിന്നെ ഫുൾ ഇംഗ്ലീഷുകാരാണ്. ചില ഇംഗ്ലീഷുകാർ വല്ലവിടെ. എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അത്ര ടാലൻറ്റഡ് അല്ല, എനിക്ക് മലയാളം തന്നെ. പക്ഷെ ഞാൻ മലയാളം, തെലുങ്കുകാരും കന്നഡക്കാരും പറഞ്ഞ ആർക്കും അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ. നീ പോയി പറയുന്നില്ല, ഞാൻ പോയി പറയുന്നത് വെച്ചിട്ട് തന്നെ മീറ്റിംഗ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കുട്ടികൾ സെക്കൻഡ് ഫ്ലോർ കളിച്ചാലും വന്ന് ചീത്ത പറയും, ഗ്രൗണ്ട് ഫ്ലോർ കളിച്ചാലും ചീത്ത വന്ന് പറയും, വീട്ടുകളെ കളിക്കാൻ വിടാൻ പാടില്ലെന്ന്. കുറേ ദിവസമായി മനുഷ്യന് എന്താ പറയുക, ഞാൻ കുറേ ദിവസമായിട്ട് നമ്മൾ ക്ഷമ എന്ന് പറഞ്ഞ സാധനം സഹിച്ച് നമുക്ക് എന്താ തോന്നുക, ഒരു ദിവസം പൊട്ടിത്തെറിക്കാൻ. ഇനി ഞാൻ ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാൻ വീഡിയോ പിടിച്ചില്ല. മീറ്റിംഗ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പോയി, എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല, ഞാൻ പോയി. ആകെ 32 വീട്ടിൽ 10-11 ആൾക്കാർ വന്നോളൂ. കാരണം മറ്റേ ആൾക്കാർക്കൊന്നും ഈ കുഞ്ഞുമക്കളുള്ള ടീമുകൾ വന്നിട്ടില്ല കേട്ടോ. ബാക്കി വലിയ മക്കളുടെ അമ്മണ്ടന്മാർ വന്നിട്ട് നിൽക്കുന്നുണ്ട്. വലിയ 5 വർഷമായി ഞാനിവിടെ വന്നിട്ട്. ഇന്ന് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ കടലാസ് കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഓണർ നമുക്കൊരു കടലാസ് തരണം, എന്നാലും എത്ര നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ആർക്കും കിട്ടിയിട്ടില്ല, അത് ചെയ്തിട്ടില്ല.
അപ്പാർട്ട്മെന്റ് മോൾ ഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു തുണി അലക്കിട ഒരു കയറോ ഒന്നുമില്ല. അത് ആകെ വയറും മള്ളിയും വലിച്ച് അതൊന്ന്. പിന്നെ ഇവിടെ പാർട്ടി ഹാൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കുറച്ച് കട്ട ഇറക്കിയിട്ടിട്ടുണ്ട്. കട്ടയും മറ്റേ മണ്ണും കട്ടയും ഇതൊക്കെ. ഈ 5-6 വയസ്സായ മക്കളെ ഈ മണ്ണ് കണ്ട ഒരു ഭാഗത്തിരിക്കും. അവരുകൾ കണ്ടിട്ട് മണ്ണ് കണ്ടിട്ട് പോയി മാന്തി കളിക്കും. പക്ഷെ ഞാൻ എന്നാലും വെക്കേഷൻ സമയത്താണ് മേളിൽ ഡേഞ്ചറാണ്. അവർ കട്ട കൊണ്ടുതന്നെ കട്ടയുടെ മുകളിൽ കയറി നിന്നിട്ട് നോക്കുകയോ അതൊക്കെ. പക്ഷെ ഞാൻ എപ്പോഴും ഇത് താഴെ പാർക്കിൽ കളിക്കുമ്പോൾ ഇവരെ സൗണ്ട് മേളിലേക്ക് എത്തില്ല. ഒരു സെക്കൻഡ് 2-3 കുറച്ച് നേരം 5 മിനിറ്റത്തേക്ക് ഇവർ സൗണ്ട് ഒന്നും കേൾക്കില്ല, സൈലൻ്റ് ആണ്. ഞാൻ അപ്പം ഇറങ്ങി ഓടി നോക്കും. ഇവർ ഒന്നെങ്കിൽ സൈക്കിൾ എടുത്ത് റോട്ടിൽ പോയിട്ടുണ്ടാവും. അത് അപ്പം തന്നെ ഞാൻ ഇറങ്ങി ഓടും. കാരണം എൻ്റെ മൂത്ത മോൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇപ്പം ഇല്ല, ഇപ്പം കുറച്ച് 2 മാസമായിട്ട് അവൻ ആ സൈക്കിൾ എടുത്ത് പുറത്ത് പോകണമെന്ന് പറയണ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല. ഇപ്പം അത് നിർത്തിയേക്കണം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ സ്കൂളിൽ, അതായത് ഇനിയും സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ഇവർക്ക് എന്താണെന്നറിയോ, ടീച്ചർ എന്നുള്ള രീതിയിൽ കളിക്കുക. അപ്പം ഇവിടെ സെക്യൂരിറ്റി 2 മക്കളുണ്ട്, ബാക്കി നമ്മുടെ മക്കളും. സെക്യൂരിറ്റി മക്കൾ വേറെ, നമ്മുടെ മക്കൾ വേറെ ഒന്നുമില്ല. പിള്ളേർ കളിക്കുമ്പോൾ എല്ലാ മക്കളും ഒരുപോലെയാണ്. അപ്പോൾ ഈ കുട്ടികൾ ചിലപ്പോൾ ഒരു കോർണറിൽ നിന്നിട്ട് ഇവിടെ ടേബിളും ചെയറൊക്കെ ഉണ്ട്, കുഞ്ഞു ടേബിൾ, അത് കൊണ്ടുവച്ചിട്ട് കുറേ ബുക്കും പാനും പെൻസിലൊക്കെ കൊണ്ടുപോയി വരയ്ക്കും. പിന്നെ അപ്പറ്റങ്ങൾ അവരുടേതായ ഭാഷയിൽ സംസാരിക്കില്ലേ, അത് ഇവർക്ക് കേൾക്കാൻ പാടില്ല. അലർജി. അതുപോലെ കുറച്ച് ഒരു കുട്ടികൾ സംസാരം നൊയ് അത്ര നൊയ് ഞാൻ ഇന്നലെ പറഞ്ഞു, അത്ര കേൾക്കാൻ പറ്റാത്ത ആൾക്കാരുടെ ചെവിയിൽ പഞ്ഞിച്ചിരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ആരെങ്കിലും അപ്പാർട്ട്മെൻറ്റിൽ ചൊറിഞ്ഞാണല്ലോ നല്ല ഉണ്ടെന്ന് കേൾക്കുമെന്ന് വെച്ചിട്ടാണ് ഞാനിരിക്കുന്നത്. ഇങ്ങനെ വ്ളോഗ് ചെയ്തിട്ട് ശരിക്കും പറയണമെന്ന് ആഗ്രഹിച്ചില്ല. പക്ഷെ ഉണ്ടല്ല, ഇവർക്കൊക്കെ ഇതുപോലത്തെ കുറേ സാധനങ്ങൾ എല്ലാ അപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്. ഒരുമാതിരി ചൊറിച്ചിലുള്ള ആൾക്കാരും, അതായത് കുട്ടികളെ കുട്ടികളായിട്ട് കാണണം. അവരെ മക്കളും കുട്ടികളായിട്ട് വളർന്നു വന്നു തന്നെയാണ്. അതില്ല. അപ്പോൾ അവരെ മക്കളൊക്കെ വലിയ കല്യാണം കഴിക്കാറായിട്ടില്ലേ, അല്ലെങ്കിൽ അവരെ മക്കൾ നാളെ ഇനി അവരെ മക്കൾ കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ടാകുമ്പോൾ ആ ചിന്തയൊന്നുമില്ല. കുട്ടികൾ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു തീരുമാനം. അപ്പം ഞാൻ ഇന്നലെ ഇന്നലെ എൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ദേഷ്യം, ആ ഒരു അലപ്പ്, നല്ല വാർത്ത മലയാളത്തിലാണെങ്കിലും വേണ്ടില്ല മനസ്സിലായി. ആ എല്ലാ മണ്ടന്മാർക്ക്. അതുപോലെ തന്നെ ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ കുറ്റമായിട്ട് പറയണല്ല കേട്ടാ, അപ്പാർട്ട്മെൻറ്റിൽ 35 കാറുണ്ട്. 35 കാറിൽ എല്ലാവർക്കും കാറുണ്ട്. 35 കാറ് ഈ ജോലിക്ക് പോകുന്നവർ ആരും 35 കാർ എടുത്ത് പോവില്ല. എല്ലാവരും 2 വീലറുമ്പോഴേ പോവുള്ളൂ. കാറൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഇവിടെ ദീപാവലി വന്നപ്പോൾ ഉണ്ടല്ലോ, വൈകുന്നേരം എല്ലാവരും പടക്കം പൊട്ടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാം. എല്ലാം റോട്ടിലിട്ട് പൊട്ടിക്കണം. ഇവർ അപ്പാർട്ട്മെൻറ്റിലുള്ള വാതിൽക്ക് ഇട്ടിട്ട് പൊട്ടിക്കുക. ഒരു തരി മതിയില്ല. ഒരു കാറിൻ്റെ അടി പോയിട്ട് തലച്ചക്രം പോയി സ്പാർക്കായി കഴിഞ്ഞ് മൊത്തം പൊട്ടിത്തെറിക്കാൻ. ഇതൊന്നും വലിയ ഇവിടുത്തെ വലിയ പ്രമാണിമാർക്കൊന്നും വലിയ ഇതില്ല. അത് വലിയ അതും തെറ്റല്ല. കുട്ടികൾ വർത്താനം ഉണ്ടാക്കിയത്, കുട്ടികൾ ചിരിച്ചാൽ കുറ്റം, കുട്ടികൾ കരഞ്ഞ കുറ്റം, അല്ലെങ്കിൽ കുട്ടികൾ വർത്താനം പറഞ്ഞ കുറ്റം, ഒക്കെ കുറ്റങ്ങളാണ്. എന്നിട്ട് കുട്ടികൾ വന്നിട്ട് അതും പറഞ്ഞ് പോണ രീതിയിൽ എന്താ പറയണത്, പോണ രീതി പറയുമ്പോൾ പാരൻസ് ശരിയല്ല എന്ന്. അങ്ങനെ കുറേ ഇന്നത്തെ ഒരു സംഭവം കേട്ടോ. ഞാനതിങ്ങനെ കുറ്റമായിട്ട് പറയണമെന്നല്ല വെച്ചാൽ കുഞ്ഞുമക്കൾക്ക് കളിക്കേണ്ട ആ ഒരു സമയത്ത് കുഞ്ഞുമക്കൾ കളിക്കണം. 50 വയസ്സായാലും ഇപ്പം ഞാൻ 45 വയസ്സായ ഞാൻ പോയിട്ട് അപ്പം ചുട്ട് കളിച്ചത് എനിക്ക് ഭ്രാന്താന്ന് പറയില്ലേ, മണ്ണപ്പം ചുട്ട് കളിച്ചാൽ. അവർ 5 വയസ്സായ കുട്ടികളെ കളിക്കുക, ചിരിക്കുക, അവർ ഹോളിഡേ കരയുക. ചിലപ്പോൾ കളിക്കുമ്പോൾ കുറച്ച് നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടും. പല തല്ലുകൂടെ 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ കടയിൽ നിന്ന് കളിക്കുന്നത്. അപ്പം ആ കളിക്കണതല്ല ഒരു പാരൻസും വന്നിട്ട് ചൊറിയാൻ കുത്തിരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കളിക്കും, അപ്പം തന്നെ ഇണങ്ങും. ആ ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. അങ്ങനെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിട്ടോ. ഇന്നലെ അല്ല, കുറച്ച് ദിവസമായി ഇങ്ങനെ എന്താ പറയുക, പുകയണത്. ഇന്നലെയാണ് ആ പൊട്ടി തെറിച്ചത്. ഇനി പൊട്ടാനുള്ള സമയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചിലപ്പോൾ വീഡിയോ അതിൻ്റെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ അതുപോലെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഒരു എന്താ പറയുക, വ്ളോഗറല്ല അത്, ശരിക്കും ന്യൂസ് ചാനലിലെ ആളാണ്. പക്ഷെ അയാൾ രണ്ടും കൽപ്പിച്ച് പോയിട്ട് ആ തള്ളയോടും മോനോടും ആ വീഡിയോ പിടിച്ച് അപ്ലോഡ് ചെയ്ത് ന്യൂസ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്താ വെച്ചാൽ 2 കുഞ്ഞുമക്കൾ വെള്ളത്തിൽ കൂടെ പാമ്പും എന്താ പറയുക എല്ലാം ഉള്ള കുഞ്ഞുമക്കൾക്ക് ഉള്ള സ്ഥലത്ത് കൂടെ യൂണിഫോം ഇട്ടിട്ട് സ്കൂളിലേക്ക് നടക്കുന്ന വഴി കൊടുക്കില്ലെന്ന്. 2 കുഞ്ഞുമക്കൾ ആ സൈഡിൽ കൂടെ പോയെന്ന് വെച്ചപ്പോൾ മണ്ണ് വാരിക്കൊണ്ട് പോകും. അങ്ങനത്തെ കുറേ പിശാചുക്കളുണ്ട് ഈ ലോകത്ത്. ഞങ്ങളൊക്കെ ചാവുമ്പോൾ ഏത് ഭാഗത്തേക്ക് ഏത് നരകത്തിലേക്ക് എടുക്കൂലേ. അപ്പോൾ അവിടെ അക്കോമഡേഷൻ നിറഞ്ഞിട്ടുണ്ടോ ഇതുപോലത്തെ സാധനങ്ങളല്ലേ ഭൂമിയിലുള്ളത്.
സ്വർഗത്തിലെത്താൻ സ്വർഗത്തിൽ വേക്കൻസി കുറവായിരിക്കും. കാരണം അവിടേക്ക് എത്താനുള്ള ആൾക്കാർ ഈ ഭൂമിയിലില്ല. ഇതുപോലത്തെ സാധനങ്ങൾ കുറച്ച് ഉണ്ടല്ലോ, നരകത്തിൽ നിറഞ്ഞിട്ടുണ്ടായിരിക്കും. അവിടെ സ്ഥലം ഉണ്ടാവില്ല എന്നാണ് ശരിയാ. ഇങ്ങനെയുള്ള മനുഷ്യന്മാർ കുട്ടികളെ അത് ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആ പെണ്ണുമ്പിള്ളുണ്ടല്ലോ, ചൊറിഞ്ഞ പെണ്ണുമ്പിള്ളി ഞാനൊക്കെ നമ്മളാരാണെങ്കിലും കൈ പൊങ്ങിന്ന് ഒരു അത്ര ദേഷ്യം വരും. ഇതുപോലത്തെ ഇവിടെ ഇപ്പം അതല്ല, ഇവിടെ കുട്ടികൾ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. അത് ഈ 50 വയസ്സായ ചില സ്ത്രീകൾക്ക് ഉണ്ടല്ലോ, എന്താ പറയുക, പീരീഡ്സ് നിന്ന സ്ത്രീകൾക്ക് പീരീഡ്സ് കാണുമ്പോൾ ഉള്ള സ്ത്രീകളെ കാണുമ്പോൾ ഒരു ചൊറിച്ചില്ല, ഒരു അറപ്പും കാര്യങ്ങളാണ്. അത് പണ്ട് അവർക്ക് ഇത് സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണില്ല. അതേപോലെയാണ് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ സൗണ്ട് ഭയങ്കര ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ അപ്പാർട്ട്മെൻറ്റിലുണ്ട്. നമ്മുടെ നാട്ടിലെ അപ്പാർട്ട്മെൻറ്റിലുണ്ട്, ബാംഗ്ലൂർ അപ്പാർട്ട്മെൻറ്റിലുണ്ട്, എന്താ പറയുക, എല്ലാ അപ്പാർട്ട്മെൻറ്റിലും ഉണ്ട് കേട്ടോ, എല്ലായിടത്തും ഉണ്ട് ഈ പിരിവിൽ. അതുപോലെ ഞങ്ങളുടെ വണ്ടിക്ക് 2 പ്രാവശ്യമാണ് ഇതുപോലെ എലി കടിക്കണത്. എൻ്റെ കെട്ടിൻ്റെ പിന്നെ അങ്ങനെ എലി കടിച്ചു. അപ്പം എലി കടിച്ചു, ചില ആൾക്കാർക്ക് ഒരു സ്വഭാവം, എലി കടിച്ചു, ഞങ്ങളുടെ വണ്ടി എലി കടിച്ചു. ആ വേസ്റ്റ് ബിൻ എടുത്ത് അപ്പുറത്ത് കൊണ്ടുവയ്ക്കും. അപ്പം അപ്പുറത്തുള്ള പറയും ഈ വേസ്റ്റ് ബിൻ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവയ്ക്കുന്നത്. വേസ്റ്റ് ബിൻ എവിടെ വെച്ചാലും ശരി, എലി വരേണ്ടത് വരും, കടിക്കേണ്ടത് കടിക്കും, തോണ്ടത് പോകും. പിന്നെ ഞങ്ങളുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്താണ് വേസ്റ്റ് ബിൻ വെച്ചിട്ടുള്ളത്. ആദ്യത്തെ ഒരു പ്രാവശ്യം സർവീസിന് കൊടുക്കാൻ വഴി സർവീസിന് വണ്ടി എടുക്കാൻ പോയപ്പോണ്ട് സ്റ്റാർട്ടാവണില്ല. അപ്പം നോക്കിയപ്പോഴെന്താ ഈ പറഞ്ഞ മാതിരി എലി കടിച്ചിട്ട് വെക്കണ്. ഈ ഞങ്ങളുടെ വണ്ടി കിയ സെൽറ്റോസാണ്. അപ്പം അതിൽ അതിൻ്റെയൊക്കെ വയറ് കടിച്ചിട്ട് നന്നാക്കാൻ തുടങ്ങിയ 1000 രൂപ കൊണ്ടിട്ട് അത് നന്നാക്കി തരുമോ? ഇല്ല, കാശ് ചിലവാകും. നന്നായിക്കൊണ്ട് പിന്നത്തെ ഒരു സർവീസിന് ഡോറ് അതിൻ്റെ തന്നപ്പോൾ അവർ ഫോട്ടോ അയച്ചാൽ നിങ്ങളെ മിൽമാക്കവർ 10-15 മിൽമാക്കർ അതിനുള്ള എരി കൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇപ്രാവശ്യം വണ്ടിയിലുള്ളത് എന്താ ചെയ്തത്, ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും വയറ് കട്ട് ചെയ്തത്. ഇപ്പം നമുക്ക് ഇവിടെ നിന്നിട്ട് വാട്സപ്പിൽ കൂടെ വേസ്റ്റ് ബിൻ ഇട്ട കാരണം കൊണ്ടാണ് ഞങ്ങളുടെ വണ്ടിയുടെ മുറിച്ചിട്ട് ഞങ്ങൾക്ക് വണ്ടി അവിടെ നിന്ന് വേസ്റ്റ് ബിന്നിനോട് മാറ്റണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമില്ല. അത് വെക്കാനുള്ള സ്പേസ് വേറെ ഇല്ല. കാറിൻ്റെ ഉള്ളിൽ ചിന്തിച്ചാൽ മതി, കാറിൻ്റെ ഉള്ളിൽ എലി വരാണ്ട് വല്ല ചെയ്യാൻ പറ്റിയ ചെയ്യുക. പിന്നെ ഞങ്ങൾ എലിക്കണി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ പറയില്ലേ, അതാ ഒരു ബോക്സ് വാങ്ങിച്ച് വെച്ചുട്ടാ. അപ്പോൾ കാണാമല്ലോ അവിടെ താഴെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, എടുത്ത് കളഞ്ഞു പുതിയ പറഞ്ഞാൽ. അപ്പോൾ എലിയല്ല, പെരിച്ചാഴി വലുതാണ്, അത് കയറുന്നില്ല അതിനുള്ളിൽ. അപ്പം ഞാൻ 2-3 ദിവസം അത് ഉണക്കമീനൊക്കെ വെച്ച് താഴെ കൊണ്ടുവച്ചാൽ കയറണമെങ്കിൽ കൊണ്ടുപോയി വെച്ചാൽ, അല്ലെങ്കിൽ ഇനി വിഷം വെച്ച് വെക്കണം അതിൻ്റെ ഇത്. അപ്പം അതിനുള്ള സൊല്യൂഷൻ കണ്ടാണ്ട് ഇപ്പം വേസ്റ്റ് ബിൻ എടുത്തിട്ട് മറ്റൊരു ഭാഗത്ത് കൊണ്ടുവച്ചാലും മറ്റൊരു ഇപ്പുറത്ത് കൊണ്ടുവച്ചാലും ഒക്കെ കണക്കാൻ. അയ്യോ, ഇതിങ്ങനെ പറയണതന്നെ ഒരു തറം വന്ന് അത് ചിന്തിക്കില്ല. അപ്പോഴത്തേനും വേസ്റ്റ് ബിൻ മാറ്റണം, വേസ്റ്റ് ബിൻ മാറ്റിയിട്ട് എവിടെ കൊണ്ടുവയ്ക്കാനോ? വേറെ സ്ഥലം 35 കാർ ഇറങ്ങാൻ സ്ഥലമൊന്നുമില്ല. പിന്നെ അപ്പുറത്തെ പറമ്പിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? സത്യം പറയാല, നമ്മുടെ നാട്ടിൽ പറമ്പിൽ വീട് വെച്ച് ഒരു വലിയ പറമ്പിൽ വീട് വെച്ച് താമസിക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ചില നേരത്തെ ഞാൻ പറഞ്ഞു ബാംഗ്ലൂരിൽ നിൽക്കണത് തന്നെ വെച്ചാൽ 10ാം ക്ലാസ് വരെ ഞാൻ പിടിച്ചു നിൽക്കും. ഞാൻ എപ്പോഴും പറയണം, വന്ന് തന്നിട്ട് പറയണേ ഇനി 1ാം ക്ലാസ്സിലായിട്ടുള്ളൂ, ഞാൻ 9 കൊല്ലം ഞാൻ പിടിച്ചിരിക്കണം. 10ാം ക്ലാസ് വരെ നിന്നിട്ട് അപ്പോൾ കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ നിൽക്കേണ്ടവരുമില്ല. അവർക്ക് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ +1 +2 ഹോസ്റ്റലിൽ നിൽക്കണമെങ്കിൽ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് ഏകദേശം ഏജ് ആവും. ഇപ്പം നമുക്കിപ്പോൾ ഏകദേശം 40 വയസ്സ് 40, 42, 43 ഏജൊക്കെ ആയില്ല, 45 വയസ്സായില്ലേ. അപ്പോൾ എൻ്റെ മകൾ 10ാം ക്ലാസ് എനിക്ക് എന്തെങ്കിലും 19 വയസ്സ് 60 വയസ്സാകും. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ പോയി സെറ്റാവുക, ഭഗവാനെ വിളിച്ചിട്ട് ആ കഞ്ഞി മേടിച്ച് കുടിച്ചിരിക്കുക. ഇവർ വേണമെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുക, ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് 2 വർഷം ഹോസ്റ്റലിൽ നിന്ന് പിന്നെ ഡിഗ്രി ഒക്കെ ആകുമ്പോൾ അങ്ങനെ അവരുടേതായ കാര്യങ്ങൾ നോക്കട്ടെ. അല്ലാണ്ട് ഈ പടകളുടെ കൂടെ നിൽക്കുമ്പോൾ ഭ്രാന്ത് വരും. വല്ലാത്ത സൂക്കേടെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഇത്. കുറേ ടീമുകളുണ്ട്. പിന്നെ ചിലർക്ക് എന്താണല്ലേ, ഒരു അനക്കം കേട്ടിട്ടുണ്ടെങ്കിൽ ആരാ അപ്പുറത്ത് വന്ന് നോക്കിയത്, അടച്ചു, ആരാ പിന്നെ അപ്പുറത്ത് ഇതന്നെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആരെങ്കിലും വരെയാ പൂവ് എടുക്കുക, എന്താ
പക്ഷെ ഞാൻ എല്ലാവരായിട്ടും മിണ്ടാറുണ്ട്. എന്നെ അറിയണ ഭാഷയിൽ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റി എന്നോട് ചോദിച്ചു, ബാബയ്ക്ക് എന്താ തെലുങ്ക് ആൻറ്റിയോട് നല്ല സംസാരിക്കുമ്പോൾ തെലുങ്ക് അറിയോ അതാ മലയാളം അവർക്ക് അറിയോ? ഞാൻ പറഞ്ഞ് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് അവർക്ക് മലയാളം അറിയാൻ നന്നായിട്ട്, ഞാൻ പറയണത് അവർക്ക് നന്നായി അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില ആൾക്കാർ നല്ല ആൾക്കാരാട്ടാ, മനുഷ്യന് മനസ്സിലാക്കാൻ. ചിലറ്റങ്ങൾക്ക് എന്താണെന്നറിയാം, അതിലും ഇങ്ങനെ ചൊറിയാൻ വേണ്ടി അത് എന്താ പറയുക, ഇവിടെ മീറ്റിംഗ് തുടങ്ങി അന്നോട്ടിട്ട് ഇവിടെ അടിയാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു അപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ അന്നോട്ടിട്ട് എന്നും അടിയെന്ന് വെച്ചാൽ 1-2 പ്രാവശ്യം കുന്തളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പം ഞാൻ വിചാരിച്ചായ ഇതിപ്പോൾ അതാ കഴിഞ്ഞത്. ഇപ്പം വീണ്ടും ഇങ്ങനെ എന്താ പറയുക, ഇപ്പം ഞങ്ങളുടെ നേരക്കാം കുട്ടികൾ സാധനം ഉണ്ടാക്കി, കുട്ടികൾ അത് ചെയ്തു, കുട്ടികൾ ഇത് ചെയ്തു. പിന്നെ ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ, ചെറിയൊരു പൂ പൊട്ടിച്ചാൽ, കുഞ്ഞുമക്കൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ നട്ട് വളർത്തി ഉണ്ടാക്കിയ പൂ പൊട്ടിച്ചു. ഇപ്പം ഞാൻ വെച്ച ചെടിയാണെങ്കിലും കുട്ടികൾ വലിച്ചിരുന്നു, വലിച്ചിട്ടു. ഇപ്പം എന്താ ചെയ്യുക, അത് പറിച്ച് കുത്തിവയ്ക്കാൻ വരെ കുത്തിവയ്ക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ പിടിക്കാന്നുള്ള ചെടിയാണെങ്കിൽ പിടിക്കും, അതല്ലെങ്കിൽ പിന്നെ കാറുമ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, കാറിൻ്റെ ഇടയിൽ കൂടെ സൈക്കിൾ ഓടിച്ചിട്ട് കാറുമ്പോൾ സ്ക്രാച്ച് വരുത്തത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ കാറുമ്പോൾ സ്ക്രാച്ചാണ്. അത് കുട്ടികൾ സൈക്കിൾ ഇട്ടിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. ഇവിടെ റോഡിൽ ബ്ലോക്കാണ്. എങ്ങനെ എത്ര വലിയ വണ്ടി ഓടിക്കുമ്പോൾ തലപ്പത്തുള്ള ആൾക്കാരാണെങ്കിലും എങ്ങനെയാണ് എനിക്ക് സ്ക്രാച്ച് ആവും, അത് ഉറപ്പാണ്. അത് വലിയ സംശയമൊന്നുമില്ല. വെച്ചാൽ അത് ബ്ലോക്കുകൾ എങ്ങനെ അങ്ങനെ ഇത്. പിന്നെ പിള്ളേർ അങ്ങനെ ഇങ്ങോട്ട് ചവിട്ടുമ്പോൾ, പിന്നെ നല്ല കട്ടിയുള്ള ബോൾ അടിക്കുമ്പോൾ പോലെ കാർമൊക്കെ തട്ടി പൊട്ടി ചെല്ലി പൊട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ കുട്ടികൾ ഈ 5 വയസ്സായ 6 വയസ്സായ അവർക്ക് കൂടുമ്പോൾ അവരുടെ ഭാഷകളിൽ സംസാരിക്കുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ചെവിട്ടിൽ പഞ്ഞു വെച്ചിരുന്നോട്ടെ. അവർ പുറത്തേക്ക് ഇറങ്ങണ്ട, അവരെ വീട്ടിലൊരു ഹെഡ്സെറ്റും വെച്ച് അവരുമായിട്ടും കേട്ട് അവരുടെ കുട്ടികളെ സൗണ്ട് വെക്കില്ല. അല്ലാതെ കുട്ടികളോട് ഗോ ഹോം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമല്ല. ഇനി ഞാൻ ബാക്കി വിശേഷങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് ഇതൊരു വ്ളോഗായി, ഇന്നത്തെ വ്ളോഗാണ്. ഇന്ന് ഡേ മേ ലൈഫ് ഒന്നുമല്ല, എന്നാലും ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ചെയ്ത് എൻ്റെ മക്കൾ വരാൻ ബാക്കി. അങ്ങനെ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കുറച്ച് ഈ അപ്പാർട്ട്മെൻറ്റ് വിശേഷങ്ങളാണ്. എന്താ പറയുക ചൊറിച്ചുള്ള സാധനങ്ങൾ, ഭയങ്കര ചൊറിയാൻ വേണ്ടി മാത്രം ഇരിക്കുന്നത്.